ഹലോ ജാൻസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ നിങ്ങളിൽ പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ ആരാ, എവിടുന്ന, എന്താന്ന്. അപ്പൊ ഇന്നത്തെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ്. ഞാൻ എന്നെ തന്നെ നിങ്ങളെല്ലാവരിലേക്കും പരിചയപ്പെടുത്താൻ വേണ്ടി പോണ്. ഹലോ, നിങ്ങളെല്ലാവരും തിരിച്ച് ഹലോ എന്ന് പറ. ഓക്കെ. അപ്പം ഇത്തിരി ഓവർ ചളിയാവുന്നുണ്ടല്ലേ, എന്ത് ചെയ്യാനാ ജാൻസ്, ഞാൻ ഇങ്ങനാണ് ബേസിക്കലി പറയുന്നത്. കൂടുതലും ചളിയാണ്. അയ്യോ, ബ്രൈറ്റ്നെസ് ഒന്ന് കൂട്ടിയിടാൻ നോക്കിയതാണ്. എനിക്ക് കറക്റ്റ് ആക്കട്ടെ. ജാൻസ്, ബൈ ദ വേ, ജാൻസ് എന്താന്ന് പറഞ്ഞു തരാം. ഞാൻ എന്നെ പറ്റി പറയുന്നതിന് മുന്നേ തന്നെ, ജാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും യൂട്യൂബിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഗൈസ് അല്ലെങ്കിൽ ഗുയ്സ്. അപ്പൊ എന്റെ ചാനലിൽ സംതിങ് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് വേണം നിങ്ങളെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ എന്ന് വിചാരിച്ച് ജാൻസ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലവ്ലി ഫീലാണ് എനിക്ക്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വാക്കാണ് ജാൻസ്. അപ്പം ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ഹേ ജാൻസ്, ഹലോ ജാൻസ്, അങ്ങനെയൊക്കെ ആയിരിക്കും. എന്തൊക്കെയാണ് ഇപ്പം ഈ കൊച്ചി കിടന്ന് പറയുന്നതെന്നല്ലേ, കുഴപ്പമില്ല, വഴിയെ നിങ്ങൾക്ക് എന്നെ പറ്റി കൂടുതൽ അപ്ഡേറ്റ്സ് മനസ്സിലായിക്കോളും. സോ ഇനിയിപ്പം ഞാൻ ആരാണെന്ന് പറഞ്ഞു തരാം. എൻ്റെ പേര് ദേവി. എൻ്റെ ഫുൾ നെയിം ഞാനിപ്പോൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് സങ്കടമുണ്ട് എൻ്റെ ഫുൾ നെയിം ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒത്തിരി. കാരണം എൻ്റെ ഫുൾ നെയിം പറയുവാണെങ്കിൽ നിങ്ങൾ പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആ പറയുന്ന ഫുൾ നെയിം ആയിരിക്കും പിന്നെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നത്. അപ്പം എൻ്റെ ഈ ചാനലിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫുൾ നെയിം വെച്ചുകൊണ്ട് തന്നെ ഓൾറെഡി എനിക്ക് മറ്റൊരു യൂട്യൂബ് ചാനലുണ്ട്. ഏകദേശം 10,000-നടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള വളരെ വിജയകരമായിട്ട് പരാജയപ്പെട്ട ഒരു ചാനലാണ് ജാൻസ്. അത് അപ്പം അതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഒരു സെക്കൻഡ് ചാനൽ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്താനായിട്ടുള്ള കാരണം. കുറച്ചും കൂടെ ബ്രീഫായിട്ട് പറയുവാണെങ്കിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗ് ചെയ്യാനും നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വരാനും സംസാരിക്കാനും. എൻ്റെ ടാലന്റ് എനിക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടിക്കാലം തൊട്ടേ എനിക്ക് ഡാൻസ് കളിക്കാനും, പാട്ട് പാടാൻ വലിയ താല്പര്യമില്ല, പക്ഷെ എനിക്ക് ഡാൻസ് ചെയ്യാനും അല്ലെങ്കിൽ എനിക്കിങ്ങനെ സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യാനായിട്ട്, എക്സ്പെഷ്യലി സ്റ്റേജിലൊക്കെ കയറി പെർഫോം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള, ശരിക്കും ഒരു അവസരത്തിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരാളാണ്. എനിക്കതിനനുസരിച്ച് ഒരുപാട് അവസരങ്ങൾ എൻ്റെ സ്കൂൾ ടൈമിൽ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ജാൻസ്. സോ എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പിന്നെ എനിക്ക് അങ്ങനെ സ്റ്റേജിൽ കയറാനായിട്ട് എനിക്ക് അവസരമൊന്നും കിട്ടിയിട്ടില്ല. എൻ്റെ കോളേജിലൊക്കെ ഞാൻ സ്റ്റേജിൻ്റെ പരിസരത്ത് പോലും ഞാൻ പോയിട്ടില്ല. പക്ഷേ സ്കൂൾ ലൈഫിലൊക്കെ എനിക്ക് എൻ്റെ ഓരോ ടാലൻറ്റ് എനിക്ക് എൻ്റെ ക്ലാസ്സിലുള്ളവരുടെ അടുത്തും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വൽ പെർഫോമൻസ് വഴിയൊക്കെ പ്രകടിപ്പിക്കേണ്ട ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ നാൾ വീട്ടിൽ പോസ്റ്റ് ഓഫീസായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ടിക്ടോക്ക് ലോഞ്ച് ചെയ്യുന്നത്. ടിക്ടോക്കിൽ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ട് വന്ന് ചെറുതായിട്ട്, വലുതായിട്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ചെറുതായിട്ടൊന്ന് ആയി വന്നപ്പോഴാണ് ടിക്ടോക്ക് ബാൻ ചെയ്യുന്നത്. എന്താ ഒരു ഐശ്വര്യം. അപ്പോൾ ഞാൻ പിന്നെ കുറേ നാളൊന്നും ചെയ്യാതിരുന്നു. പക്ഷെ അന്ന് എനിക്ക് യൂട്യൂബിൻ്റെ സാധ്യതയെ പറ്റിയിട്ടും പോസിബിലിറ്റീനെ പറ്റിയിട്ടൊന്നും എനിക്ക് വലുതായിട്ട് നോളജ് ഒന്നും ഇല്ലായിരുന്നു. അതാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി വൈകിയത്. പക്ഷേ ഒരു 4-4.5 വർഷം മുന്നേ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ ആ യൂട്യൂബ് ചാനൽ മെയിനായിട്ട് തുടങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരെ ഇങ്ങനെ എൻ്റർടൈൻ ആക്കിക്കൊണ്ടിരിക്കാനും ഇങ്ങനെയൊക്കെ ആക്കിക്കൊണ്ടൊക്കെ ഇരിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ എന്തെങ്കിലും ചളിയാണെങ്കിലും ജോക്സ് ആണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് വീഡിയോസ്, എൻ്റെ ഫൺ വീഡിയോസ്, എൻ്റെ ബ്യൂട്ടി, ഫാഷൻ, എല്ലാ സംഭവങ്ങളും എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും എനിക്ക് എപ്പോഴും ഇങ്ങനെ ലൈവായിട്ടിരിക്കാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എനിക്കിങ്ങനെ അടങ്ങിക്കൂടി ഒരു മൂലയിൽ മാറി ഇരിക്കാന്ന് എന്നെ കൊണ്ട് ഒരിക്കലും അത് പോസിബിൾ അല്ല, ഒട്ടും പറ്റുന്നില്ല. ബോറടിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് അപ്പുറത്തെ പാതിരപ്പള്ളി ടൗൺ വരെയെങ്കിലും ഞാനൊന്ന് പോയിട്ട് വരുന്ന ടൈപ്പാണ്. എനിക്കിങ്ങനെ ഒരു മൂലയെ മാറി ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കാനും അല്ലെങ്കിൽ അതൊന്നും എനിക്കിഷ്ടം. നിങ്ങൾക്ക് പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. എനിക്ക് എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ ആക്റ്റീവായിട്ടും ചില്ലായിട്ടുള്ള ഒരു മൂഡായിട്ട് എനിക്ക് എപ്പോഴും പോകണം. അതാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ മറ്റേ യൂട്യൂബ് ചാനൽ, അതായത് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കാത്ത യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങി. അപ്പം ആദ്യത്തെ വീഡിയോ ഒക്കെ ഇട്ടപ്പോഴത്തേക്ക് എനിക്ക് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ ഈ നാട്ടിൽ തന്നെ ഞാനാണ് ആ സമയത്ത് ഫസ്റ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം നമ്മുടെ നാട്ടിലുള്ളവർക്കാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഒരു അത്ഭുതമായിരുന്നു, ദേവി യൂട്യൂബ് ചാനൽ തുടങ്ങിയോ എന്നുള്ളൊരു രീതിയിൽ. കുറച്ച് നാളത് നല്ല രീതിയിൽ പോയി. അപ്പോൾ അതിനുശേഷം എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവ്നെസ്സിനെക്കാട്ടിലും കുറച്ചും കൂടെ താല്പര്യം ഞാൻ പഠിക്കുന്നത്, നല്ലൊരു ജോലി വാങ്ങുന്നത്, എൻ്റെ കരിയർ സെറ്റ് ആവുന്നത്, ഞാൻ സെറ്റിൽഡ് ആവുന്നത്. അവരിതിനായിരുന്നു കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത്. ഒരിക്കലും നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, സ്വാഭാവികം. പക്ഷേ ഞാൻ ഇത്തിരിയും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് വ്ളോഗിങ് അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുക, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും വീട്ടുകാരും തമ്മിൽ ഭയങ്കര ഡിബേറ്റും ഡിസ്കഷനും ഒക്കെ ആയിരുന്നു കുറച്ച് അധികം നാളത്തേക്ക്. അങ്ങനെ ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നാട്ടിൽ നിന്ന്, ബൈ ദ വേ എൻ്റെ നാട്, എൻ്റെ ജന്മദേശം ആലപ്പുഴയാണ് കേട്ടോ. അപ്പം ഞാൻ ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ
റീലൊക്കേറ്റ് ചെയ്തു. കുറേ നാൾ ഞാനൊരു 2-2.5 വർഷം അവിടെയായിരുന്നു സ്പെൻഡ് ചെയ്തിരുന്നത്. പക്ഷെ അപ്പോഴും ഓരോ ദിവസവും എൻ്റെ മനസ്സ് എനിക്ക് വ്ളോഗ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് റീൽസ് എടുക്കണം, എനിക്ക് ഇത്തിരി എൻ്റെ വ്ളോഗൊക്കെ നിങ്ങളിലേക്ക് എത്തണം, എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ദിവസം, ഇതൊക്കെയായിരുന്നു അവിടെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും എൻ്റെ വലിയൊരു ഡ്രീം എന്ന് പറയുന്നത്. പക്ഷെ അതെൻ്റെ വീട്ടിലൊട്ടും കൺവിൻസിങ് അല്ലായിരുന്നു. കാരണം അവർക്ക് ഈ സോഷ്യൽ മീഡിയ ഇതിനകത്തുനിന്ന് ഒരു ഇൻകം കിട്ടും, അല്ലെങ്കിൽ എൻ്റെ പാഷനായിട്ടാണ് ഞാൻ അത് ആ ടൈമിലെ വീട്ടിൽ അവതരിപ്പിച്ചിരുന്നത്. പക്ഷെ പാഷൻ പ്രൊഫഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റോ അതൊക്കെ എൻ്റെ വീട്ടുകാർക്ക് എത്ര ഞാൻ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നമ്മൾ തമ്മിൽ അങ്ങ് ഇതാവുന്നില്ലായിരുന്നു, സിങ്ക് ആവുന്നില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ട്രിവാൻഡ്രത്തെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ ഒരു ദിവസം ഒരു വെക്കേഷൻ ടൈമിൽ തിരിച്ച് വീട്ടിൽ വരുവാണ്. പിന്നെ തിരിച്ചങ്ങോട്ട് പോയില്ല, ഞാൻ ഇവിടെ തന്നെ അങ്ങ് നിന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ നല്ല രീതിയിൽ വ്ളോഗ് എടുത്ത് വന്നുകൊണ്ടിരുന്നൊരു ടൈമായിരുന്നു. ആ ട്രിവാൻഡ്രത്ത് നിന്നിരുന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഫ്രീ കിട്ടുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചൊന്ന് ഇങ്ങോട്ട് വരും, ഇല്ല അവിടെ തന്നെ നിന്ന് എന്തെങ്കിലും ചെറിയ വ്ളോഗൊക്കെ എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കുമായിരുന്നു ചാൻസ്. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കി. അമ്മ അച്ഛൻ ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാൽ എൻ്റെ യൂട്യൂബ് ഒരിക്കലും ക്ലിക്ക് ആവത്തില്ല. അപ്പോൾ അവർ പറയുന്ന ക്ലിക്ക് ആവണ്ട, ക്ലിക്കായില്ലെങ്കിൽ എന്താ, പഠിക്കും, ജോലി മേടിക്കും, അതിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോഴും എൻ്റെ ഒരു മനസ്സിൽ കിടക്കുന്ന ഇതിനോടുള്ള ഒരു ഇഷ്ടവും ഒരു ലവും എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുന്നുമില്ല. പിന്നെ എന്നെ കൊണ്ട് അത് ഇവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറയാനായിട്ട് എനിക്ക് അറിയത്തുമില്ല. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാളത്തേക്ക് എനിക്ക് ഫോണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കരമായിട്ട് വീട്ടിൽ കിടന്ന് വഴക്കിട്ട് എനിക്കൊരു ഫോൺ വേണം, എനിക്ക് വ്ളോഗ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ എൻ്റെ മോണിറ്റൈസേഷനെ ബാധിക്കും. അപ്പോൾ എനിക്ക് മോണിറ്റൈസ്ഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രീവിയസ് ചാനൽ. ഞാനത് ഭയങ്കരമായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ലാസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ ജോലി വാങ്ങണം, വ്ളോഗിങ് ചെയ്യണം, രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുവാണെങ്കിൽ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും ഇപ്പം ഞാൻ ജോലിക്ക് പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അപ്പോഴും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല ഞാൻ ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനിൽ. കാരണം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും എൻ്റെ ഒരു വ്ളോഗിങ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷനിലാണ് ഞാൻ ഹാപ്പി ആയിട്ടുള്ളത്. പക്ഷെ എനിക്കൊരിക്കലും എൻ്റെ വീട്ടുകാരുടെ അടുത്ത് പറ്റത്തില്ല. അങ്ങനെ എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ഒറ്റയടിക്ക് അങ്ങ് റിജക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. കാരണം അവർക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് എൻ്റെ തലയിൽ. അപ്പം അവർ പറയുന്നതും ആഗ്രഹിക്കുന്നതും ഒക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് പൂർണ്ണമായിട്ടുള്ളൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പരിധി കൂടുതൽ അവരുടെ അടുത്ത് എനിക്ക് റിബലായിട്ട് എനിക്ക് പെരുമാറാനായിട്ട് എനിക്കൊരിക്കലും സാധിക്കത്തുമില്ല. കാരണം എൻ്റെ നല്ലതിന് വേണ്ടി തന്നെയാണല്ലോ പഠിക്കാനും ജോലി മേടിക്കാനും പറയുന്നത്. അതും ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി നല്ല കോഴ്സിനാണ്, ജാൻസ് ബെസ്റ്റ് കോഴ്സിനാണ് അവരെന്നെ കൊണ്ട് അഡ്മിഷൻ കൊടുത്ത് അത്രയും ഫീസൊക്കെ കൊടുത്ത് തന്നെ അവിടെ നിർത്തിയത്. അപ്പം എനിക്ക് രണ്ട് സൈഡും, എനിക്ക് എൻ്റെ ഞാൻ പേഴ്സണലി ഞാൻ എന്നോട് തന്നെ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളൊരു ചിന്തയും, ഞാനിങ്ങനെ പഠിക്കാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോട് ചെയ്യുന്നത് ബാഡാണെന്നുള്ളൊരു ചിന്തയും, മൊത്തത്തിൽ ഞാൻ ആകെ ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരുന്നു ആ ടൈമിൽ. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഫോൺ പൊട്ടിപ്പോയി, 8 നിലയിൽ പൊട്ടി. അപ്പം എനിക്കും എൻ്റെ വ്ളോഗ് എടുക്കുന്ന കാര്യം എന്നേക്കുമായിട്ട് പോസിബിൾ അല്ല. അതും ഒരു പഴയ ഒരു വിവോയുടെ ഒരു സാധാ ഒരു ഫോണിലായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഫോണും കൂടെ പൊട്ടിയപ്പോഴത്തേക്ക് എല്ലാം തീർന്നു, എല്ലാത്തിനെയും പണി തീർന്നെന്ന് ഞാൻ വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 8 മന്ത് 9 മന്ത് ഏകദേശം 1 ഇയറിനടുത്ത് ഞാൻ വ്ളോഗ് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ പഴയ ചാനലിൽ ഇട്ടിട്ടില്ലായിരുന്നേ. അപ്പം ഞാൻ വീട്ടിൽ ശരിക്കും പറയാൻ തുടങ്ങി, ഇനിയും വ്ളോഗ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ അടച്ചു പൂട്ടി കെട്ടി ഡെഡായി പോത്തതേ ഉള്ളൂ. ഞാൻ നിങ്ങൾ പറയുന്നതാണെങ്കിൽ ഇപ്പം ഞാൻ പഠിക്കുന്നുണ്ടല്ലോ, അപ്പം എനിക്ക് സൈഡിൽ കൂടെ വ്ളോഗ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കിത്താ, എനിക്കൊരു ഫോൺ എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിച്ചാൽ വീട്ടിൽ നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് സെൽഫായിട്ട് എന്നെ ജോലിക്ക് ഇവിടുന്ന് വിടത്തില്ല. കാരണം പഠിക്കേണ്ട ടൈമിൽ പഠിക്കുക, അല്ലാണ്ട് പാർട്ട് ടൈം ആയിട്ട് ചെറിയ ചെറിയ ജോലികൾക്കൊന്നും ഇപ്പം പോവണ്ട. അങ്ങനത്തെ ജോലി മോശമാണെന്നല്ല എൻ്റെ വീട്ടുകാർ ഞാനും പറയുന്നത്, അങ്ങനൊന്നും പോവണ്ട. പഠിച്ച് നല്ലൊരു ജോലിയിൽ എത്തുന്നത് വരെ ഫുൾ ചിലവും ഫാമിലി തന്നെ നോക്കാവുന്ന ഒരു രീതിയിലായിരുന്നു. അപ്പം ഞാൻ പക്ഷേ ഫോൺ വേണമെന്നും പറഞ്ഞാൽ നല്ല രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാൻസ് എൻ്റെ ഫാമിലിയുടെ അടുത്ത്. അങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു ബോംബ് പൊട്ടിയ പോലെ ഒരു 2023 ഓഗസ്റ്റ് 3 തോന്നുന്നു ഞാൻ ഫോൺ എടുക്കുന്നത്. അതെ, എൻ്റെ മുഖം ശരിയാണെങ്കിൽ അന്നാണ് ഞാൻ ഫോൺ എടുക്കുന്നത്. ഒരു ഓഗസ്റ്റ് 6 ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കുറ്റബോധം അടിയാൻ തുടങ്ങി. കാരണം എൻ്റെ ഫോൺ 1,16,000 രൂപയുടെ ഫോണാണ് എനിക്ക് എൻ്റെ വീട്ടുകാർ വ്ളോഗിങ് പർപ്പസിന് വേണ്ടി മാത്രം എനിക്ക് വാങ്ങിച്ചു തന്നത്. അന്ന് S23 അൾട്രയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ. എനിക്കൊന്ന് ഇൻഷുറൻസ് എമൗണ്ടും എല്ലാം കൂടെ കൂട്ടിയാണ് ഈ ഒരു ബഡ്ജറ്റ് വന്നത്. അപ്പം എനിക്കിത്തിരി ടെൻഷൻ ആവാൻ തുടങ്ങി. കാരണം ഇത്രയും വലിയൊരു സപ്പോർട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടി ഇപ്പം എനിക്ക് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെ, ഞാനൊക്കെ ജോലി കിട്ടാതെ ഒരിക്കലും ഇത്രയും കൂടിയൊരു ഫോൺ എൻ്റെ വീട്ടുകാരെ കൊണ്ട് ഒരിക്കലും ഞാൻ എടുപ്പിക്കത്തില്ല. എനിക്ക് സെൽഫായിട്ട് എപ്പോൾ ജോലി കിട്ടുന്നു അപ്പോഴേ ഞാനൊരു ഫോൺ, ഇത്രയും ബൾക്ക് ബഡ്ജറ്റ് വരുന്ന ഒരു ഫോൺ ഞാൻ വാങ്ങത്തുള്ളൂ. അല്ലാണ്ട് അവരെ കൊണ്ട് എനിക്ക് സ്പെൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം ഫോൺ എനിക്ക് വാങ്ങിച്ചു തന്നപ്പോൾ എൻ്റെ തലയിലൊരു വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ വന്ന് വീണത്. ഇനി അങ്ങോട്ട് വെട്ടം പോയല്ലേ, ഇത്ര നേരം ഇപ്പം വെട്ടം വന്നു. അപ്പം ഇത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് എൻ്റെ തലയിൽ വന്ന് വീണത്. ഇനി വ്ളോഗ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ചെയ്യണം. ആ ചെയ്യുന്ന എനിക്ക് എത്രയും പെട്ടെന്ന് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ കൊളാബ് വർക്കിൽ നിന്നൊക്കെ എനിക്ക് റവന്യൂ എനിക്ക് കിട്ടാനായിട്ട് എത്രയും പെട്ടെന്ന് അത് പ്രാക്ടിക്കലി പോസിബിൾ ആക്കണം.
എങ്കിൽ മാത്രമേ എനിക്ക് ഈ ഫോണൊക്കെ വാങ്ങിച്ചു തന്നതിനോട് എനിക്കൊരു എന്താ എനിക്ക് പറയേണ്ട ടേം എന്താണെന്ന് എനിക്കറിയില്ല, ഒരു പ്രതിബദ്ധത ഉണ്ടല്ലോ, അതെനിക്ക് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ട് എനിക്ക് സോൾവ് ആക്കാൻ പറ്റൂ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു ഓഗസ്റ്റ് 5-ാം തീയതി 6-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് ഈ ചിന്ത ഭയങ്കര എൻ്റെ തലയിലോട്ട് ഇങ്ങനെ അടിച്ചിങ്ങനെ കയറാനായിട്ട് തുടങ്ങി. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ, ഇത്രയും കൂടിയ ഫോൺ ഇവരെ കൊണ്ട് എടുപ്പിച്ചിട്ട് എനിക്ക് ചെയ്യാനായിട്ട് ഇനി കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതെൻ്റെ മിസ്റ്റേക്കാണ്. കാരണം അവരുടെ ഡ്യൂട്ടി അവർ ഫോൺ വാങ്ങിച്ചു തന്നു, എൻ്റെ ആഗ്രഹത്തിനൊത്ത രീതിയിൽ എനിക്ക് ഫോൺ എടുത്തു തന്നു. അപ്പം ഇനി കണ്ടന്റ് ഇല്ല, എൻ്റെ സ്ക്രിപ്റ്റ് ഇല്ല, എനിക്ക് ഷൂട്ട് ചെയ്ത് തരാനായിട്ട് ആരുമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഭാഗത്തെ ഫോൾട്ട് ആണെന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഇങ്ങനെ കയറിക്കൂടി. അങ്ങനെ ഞാൻ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഭയങ്കര വീക്കായി. ഞാൻ അന്ന് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും, ഇപ്പം എൻ്റെ കയ്യിൽ ഫോണുണ്ട്, എനിക്ക് എന്തെങ്കിലും വെറൈറ്റി കോണ്ടന്റ് എനിക്ക് എല്ലാ ദിവസവും എനിക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാനിങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ജാൻസ്. അങ്ങനെ ഇരുന്ന ടൈമിൽ പെട്ടെന്ന് ഒരു ദിവസം ഓഗസ്റ്റ് 13 ആയപ്പോഴത്തേക്ക് എൻ്റെ തലയിൽ ഞാനിങ്ങനെ ഉറപ്പിച്ച് ഡെയിലി വ്ളോഗ് ചെയ്യണം, 365 ദിവസവും ഒരു വീഡിയോ വെച്ച് മിനിമം ഇടാൻ വേണ്ടി പറ്റണം. അപ്പം ഒരു വർഷം 1 ഇയർ ചാലഞ്ച് ആയിട്ട് നമുക്കത് കണക്കാക്കാം. 365 ഡേയ്സ് മിനി വ്ളോഗ് ചാലഞ്ച് എന്ന് ഞാൻ തന്നെ അതിന് പേരിട്ടു. എൻ്റെ ഉറ്റ സുഹൃത്ത്, എന്തിനും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന ടെക്കി എടുത്താണ് ഞാൻ ഈ കാര്യം ആദ്യമേ പറയുന്നത്. ടെക്കി പറഞ്ഞു ചെയ് വളരെ നല്ല തീരുമാനമെന്നും പറഞ്ഞ് എന്നെ നല്ല രീതിയിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്ത്, അമ്മ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാ, സോറി ജെൻസ്, അമ്മ അവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നു. അപ്പം ടെക്കി എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ അടുത്തത് ചെയ്യുന്നതിനെ കൊണ്ട് ഉറപ്പായിട്ടും ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞ് ടെക്കി മോട്ടിവേറ്റ് ചെയ്തു. എൻ്റെ വേറൊരു റൂംമേറ്റ് ആണ് ആർദ്ര. അപ്പം ഞാൻ ആർദ്ര മച്ചാൻ്റെ അടുത്ത് എൻ്റെ ഈ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോഴത്തേക്ക് അവളും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷേ ഇനിഷ്യൽ സ്റ്റേജിൽ ഇവർ രണ്ടുപേരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഇത് ഒരു ദിവസത്തതോ അല്ലെങ്കിൽ 1 ദിവസത്തതോ 10 ദിവസത്തതോ 1 മാസത്തതോ അല്ല, ഇതൊരു 365 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പം ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ, ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് സ്ട്രഗിൾ നമുക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് സൈഡും ഡിസഡ്വാൻറ്റേജ് സൈഡും പറയണ്ടേ. അപ്പം അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് പറഞ്ഞു, ദേവി ഇത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് ബർത്ത്ഡേ വരും, കല്യാണം വരും, നല്ല നല്ല കാര്യങ്ങൾ വരും, എക്സാം വരും, മരിപ്പ് വരും, അടിയന്തരം വരും, സഞ്ചയനം വരും, അങ്ങനെ എന്തും നടക്കാം, നമുക്ക് ഫ്യൂച്ചർ നമുക്ക് ഗസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു വർഷത്തിനുള്ളിൽ ഒരുപാട് സങ്കടകരമായിട്ടുള്ള ടൈമും ഹാപ്പി ആയിട്ടുള്ള ടൈമും വരും. അപ്പം ഈ സങ്കടപ്പെട്ടിരിക്കുന്ന ടൈമിലൊക്കെ എങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി പറ്റും? 365 ഡേയ്സ് നമ്മൾ അനൗൺസ് യൂട്യൂബിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കിയേ പറ്റത്തുള്ളൂ. ഇല്ലേ നമ്മുടെ നാണം കെടും, നമ്മുടെ ക്രെഡിബിലിറ്റിനെ അത് ബാധിക്കും. ചെയ്യണോ വേണ്ടോ എന്ന് നമ്മൾ 3 പേരും കൂടി ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്തു. അപ്പോഴും അവർ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഫോർമാറ്റിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അറ്റ് ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് ഞാൻ ഈ സംഭവം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമാണ് കേട്ടോ ജാൻസ്. വീട്ടുകാരൊരു ഫോൺ എടുത്ത് തന്നിട്ടേ ഉള്ളൂ എനിക്ക്. പക്ഷെ അപ്പോഴും ഞാൻ വ്ളോഗ് ചെയ്യണമെന്ന് എൻ്റെ വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല വലുതായിട്ട്. അവർക്ക് അപ്പോഴും ഞാൻ പഠിക്കണം തന്നെയാണ് താല്പര്യം. ഞാനപ്പം ഇതേ കണക്ക് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഹലോ അച്ഛാ, ഞാൻ ഡെയിലി ഇനി തൊട്ട് 1 മിനിറ്റിൻ്റെ വീഡിയോ ഇടാൻ വേണ്ടി പോവാണ്. പക്ഷെ പറഞ്ഞു അപ്പം അതിന് എത്ര നേരം എടുക്കും? അധികം നേരമൊന്നും എടുക്കത്തില്ല, ഒരു 1 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. ശരി, പഠിക്കണം, ശരി, അപ്പം ഇട്ടോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ സമ്മതിച്ചേന്ന് പറഞ്ഞ് അങ്ങനെ 2023 ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ ടെക്കീനെയും ആർദ്രമച്ചാനെയും കൂടെ വിളിച്ചുകൊണ്ട് നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കനകക്കുന്ന് മ്യൂസിയത്തിനകത്ത് പോയി. അങ്ങനെ തന്നെ തോന്നുന്ന മ്യൂസിയത്തിന്റെ പേര്. അവിടെ ചെന്ന് കനകക്കുന്നിൽ ചെന്ന് അവിടെ മ്യൂസിയത്തിൽ അതൊരു കൂടെ ഓടി നടന്ന് കുറച്ച് വീഡിയോസ് എടുത്ത്, വീഡിയോയുടെ എന്തെങ്കിലും ക്ലിപ്പ് ഇവിടെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വെട്ടി കാണിക്കാൻ ചാൻസ്, കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഡേ 1 ഫസ്റ്റ് ഡേ മിനി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഹേ ജാൻസ്, ഇന്ന് ഓഗസ്റ്റ് 15, ഇന്ന് തൊട്ട് 2024 ഓഗസ്റ്റ് 2024 അതെ 2024 ഓഗസ്റ്റ് 15 വരെ കണ്ടിന്യൂസ് ആയിട്ട് 365 ദിവസം എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ വരുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അനൗൺസ്മെന്റ് ഞങ്ങൾ 3 പേരും കൂടെ മ്യൂസിയത്തിലിരുന്നു. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് മിനി വ്ളോഗ് അപ്ലോഡായി. അങ്ങനെ നമ്മൾ ഹോസ്റ്റലിൽ വന്നത് അങ്ങ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കി കഴിഞ്ഞപ്പം ഞാൻ അപ്പം നാളെ തൊട്ട് നമ്മൾ വീഡിയോ എടുക്കണം. അയ്യോ, നമുക്ക് മൊത്തത്തിൽ ടെൻഷനായി, നമ്മുടെ കിളി പാറി. കാരണം ഒരു ദിവസം ഇട്ട് അപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു മൈൻഡിലായിട്ട് ഒരു സംഭവം ഇങ്ങനെ വരുന്നത്, ഇനി 365 ദിവസം നമ്മൾ വർക്ക് ചെയ്യണമല്ലോ എന്നുള്ളത്. ആ ഫസ്റ്റ് ഡേ വീഡിയോ ഇടാനായിട്ട് ഞങ്ങൾ എടുത്ത എഫേർട്ടും കൂടെ ഞങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് ഇതൊരു സിമ്പിൾ കാര്യമല്ല. 1 മിനിറ്റ് വീഡിയോ എടുക്കണമെങ്കിൽ എനിക്ക് മിനിമം, എൻ്റെ കാര്യം പറയുന്നത്, മിനിമം എനിക്കൊരു 2 hours അല്ലെങ്കിൽ 3 hours ഇടയ്ക്ക് എനിക്ക് ഷൂട്ടിങ്ങിനും സ്ക്രിപ്റ്റിനും ബാക്കി പരിപാടിക്കൊക്കെ കൂടെ. ഇനി നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എനിക്കൊരു 3 hours എങ്കിലും വേണ്ടി വരും. തട്ടിക്കൂട്ടാണെങ്കിൽ ഒരു 1 hourനുള്ളിൽ എനിക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ ഒരു ദിവസം ഇതിൻ്റെ വേണ്ടി മാറ്റി വെക്കണം. അച്ഛൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത് 1 മിനിറ്റ് അല്ലേ, 1 മിനിറ്റ് ആവത്തുന്നു. അപ്ലോഡ് ചെയ്യാൻ തന്നെ എനിക്ക് 2 മിനിറ്റ് വേണ്ടി വരും ചാൻസ്. അപ്പം എനിക്ക് കിളി പാറി. അങ്ങനെ 2ാമത്തെ ദിവസമായി, 3ാമത്തെ ദിവസമായി, 10 ദിവസമായി, 100 ദിവസമായി.
എനിക്കറിയില്ല എങ്ങനെ 100 കണ്ടന്റ് ഞാനും ടെക്കി ആർദ്രയും കൂടെ അവിടെ ഇരുന്ന് ഉണ്ടാക്കിയെന്ന്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ, ഒട്ടും സിമ്പിൾ അല്ല, നമുക്ക് ഹലോ ഹായ് ബൈ എന്നും പറഞ്ഞിടുന്ന കണക്ക് ഒട്ടും സിമ്പിൾ അല്ല. ഡെയിലി ഞങ്ങൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ്. ഒത്തിരി പൈസ ഇതിന് വേണ്ടിയിട്ട് വരെ മുടക്കേണ്ടി വന്നു. ആ സമയത്തൊക്കെ പൈസയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് എനിക്ക് മനസ്സ് വരുന്നില്ല. ഞാനങ്ങനെ ട്രിവാൻഡ്രത്ത് തന്നെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അങ്ങനെ കിട്ടുന്ന ചെറിയ പോക്കറ്റ് മണിയൊക്കെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു 100-150 സംതിങ് വീഡിയോ ചെയ്യുന്നവർ ഇവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് 100 വീഡിയോ ഇട്ടു. 100ാമത്തെ വീഡിയോ ഒക്കെ നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ടാണ് ജാൻസ് ആഘോഷിച്ചത്. 200 വീഡിയോ ആയി. ഏകദേശം ഒരു 200 വീഡിയോ ആകുന്നതിന് മുന്നേ തന്നെ ട്രിവാൻഡ്രത്തെ എൻ്റെ ഹോസ്റ്റലിൽ വെക്കേറ്റ് ചെയ്ത് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ വീട്ടുകാർ വിചാരിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് അവിടെ പഠിച്ച് മല മറച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല, പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊരു എക്സ്പെക്ട് ചെയ്ത രീതിയിൽ ഞാൻ പഠിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് കണ്ടന്റ് ഒട്ടും കിട്ടുന്നില്ല. മറ്റേത് സിറ്റിയാണ്, ട്രിവാൻഡ്രമാണ്. എനിക്ക് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുന്ന പോലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഒക്കെ ചെയ്തിടാൻ പറ്റുമല്ലോ. വീട്ടിൽ വരുമ്പോൾ ഞാൻ എന്ത് കണ്ടന്റ് ചെയ്തിടാനാ? ഒരു 10-15 ദിവസമൊക്കെ നല്ല രീതിയിൽ ഓടി. അതൊക്കെ കഴിയുമ്പോൾ ഞാൻ സ്ട്രഗിൾ ചെയ്തും അങ്ങനെ 250 ദിവസമായി. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊന്നും ഇല്ലല്ലോ എൻ്റെ കൂട്ടത്തിൽ. ഞാനും അമ്മയും എൻ്റെ അനിയത്തിയും അച്ഛനും നമ്മളെല്ലാവരും കൂടെ തട്ടിക്കൂട്ടുന്ന കണ്ടന്റ് അല്ലേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ മനസാക്ഷി തട്ടിയാൻ പറയും, ഞാൻ തട്ടിക്കൂട്ടി വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മാക്സിമം എഫേർട്ട് എടുത്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടാണ് ഓരോ സിംഗിൾ വീഡിയോയും ഞാൻ അതിനകത്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ അവിടെ പഠിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ട്യൂഷൻ പരിപാടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം തന്നെ എൻ്റെ ഒരു സോഴ്സ് ഓഫ് ഇൻകം നല്ല രീതിയിൽ എനിക്ക് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഓരോ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഞാൻ ഇൻകത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ എൻ്റെ ഫാമിലിനെയാണ് ആ സമയത്ത് ഞാൻ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ 365 ദിവസത്തെ വീഡിയോസ്, അതായത് മിനി വ്ളോഗ് 365 ഡേയ്സ് മിനി വ്ളോഗ് ചാലഞ്ചിൽ സക്സസ്ഫുള്ളി ഞാൻ ആ ചാലഞ്ച് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു വർഷത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എന്നെക്കൊണ്ട് ഞാൻ ആ പറഞ്ഞൊരു കാര്യം അതൊട്ടും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. ഡെയിലി വ്ളോഗ് ചെയ്യുന്ന അല്ലെങ്കിൽ വല്ലപ്പോഴെങ്കിലും വ്ളോഗ് ചെയ്യുന്നവർക്ക് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു കഷ്ടപ്പാട് അറിയാവുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കൃത്യം 7 മണി 8 മണി എന്ന് പറയുന്നൊരു ടൈം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 12 മണിക്കുള്ളിൽ എൻ്റെ വീഡിയോസ് എല്ലാ ദിവസവും എൻ്റെ ആ പഴയ ചാനലിനകത്ത് ഞാൻ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ എന്തുകൊണ്ട് ഈ പുതിയ ചാനൽ തുടങ്ങിയെന്ന് വെച്ചാൽ എന്തോ എനിക്ക് ആ ചാനലിൽ എനിക്ക് ഗ്രോ ആവാനായിട്ടൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ഒരു സൈഡിൽ കൂടെ. എനിക്ക് തോന്നുന്നു എനിക്ക് ആ ഫോൺ ഇല്ലാതിരുന്ന ഒരു പീരീഡിൽ കുറേ നാൾ വീഡിയോസ് ഇടാതിരുന്നത് കൊണ്ട് എൻ്റെ ചാനൽ ഫ്രീസായി പോയതാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ട്. ചാനൽ ഡെഡായി പോയെന്ന് വേറെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. നമ്മുടെ തന്നെ കുറച്ച് ടെക്നിക്കൽ ടീംസിൻ്റെ അടുത്ത് എൻ്റെ ചാനലിൻ്റെ പ്രശ്നം ഞാൻ അവരുടെ അടുത്ത് ഞാൻ കൊടുത്തപ്പോഴത്തേക്ക് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്, ദേവി കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് ഇടാതിരുന്ന ഒരു ബ്രേക്ക് വന്നിട്ട് പിന്നെ നമ്മൾ എത്ര സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അത് വർക്കാവാൻ പാടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ട് അത്രയും അടിപൊളിയായിട്ട് വീഡിയോസ് ഇടുവാണെങ്കിൽ എൻ്റെ ചാനൽ നല്ല ഏതൊരാൾക്കാരുടെ ചാനലാണെങ്കിലും അടിപൊളിയായിട്ട് ഗ്രോ ആവേണ്ടതാണെന്നാണ് എൻ്റെ അടുത്ത് ഞാൻ ഇത് കൊടുത്തിട്ടുള്ള ടെക്നിക്കൽ ടീമിലുള്ള ആൾക്കാരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ അവർ പറയുന്നത് ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ ഒന്നെങ്കിൽ ഇതെന്തെങ്കിലും ഗ്രോ ആകും എന്നും പറഞ്ഞുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാനൽ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാം. ബെറ്റർ ഒരു പുതിയ ചാനൽ തുടങ്ങുന്നതായിരിക്കും ഒരു ഗുഡ് ഓപ്ഷൻ എന്ന് എൻ്റെ അടുത്ത് ഒത്തിരി പേര് സജസ്റ്റ് ചെയ്ത്. അപ്പോഴും എൻ്റെ വീട്ടിൽ ഒട്ടും അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു ഞാൻ ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 365 വീഡിയോസ് ചാലഞ്ചിന് വേണ്ടി മാത്രം നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അതല്ലാണ്ട് എല്ലാം കൂടെ ആയിട്ട് ഒരു 528 വീഡിയോ ഞാൻ നമ്മുടെ ആ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് യൂട്യൂബിൽ എടുത്ത് നോക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു 500 വീഡിയോസ് ഇട്ടിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ചാനലിനകത്തും ഒരു 1 lakh തൊട്ട് ഒരു 10 lakhനിടെ വരെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും. എനിക്ക് പക്ഷെ അപ്പോഴും അതിനകത്ത് 10,000 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അതിനകത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളായിരുന്നു. 10,000 ഒട്ടൊരു ചെറിയ എമൗണ്ട് അല്ല, ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. പക്ഷേ ഇത്രയും നമ്മൾ എഫേർട്ട് ഇടുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളിലേക്ക് അത്ര എത്തിച്ചേരുന്നില്ലല്ലോ, എനിക്കതിനകത്തുനിന്ന് ഒരു റവന്യൂ കിട്ടുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ എനിക്കതിനകത്തുനിന്ന് 1 രൂപ പോലും കിട്ടിയിട്ടില്ല. ചാനൽ മോണിറ്റൈസ്ഡ് ആയെന്നേ ഉള്ളൂ. പക്ഷെ എനിക്കതിനകത്തുനിന്ന് റവന്യൂ ഒന്നും എനിക്ക് കിട്ടി തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഡിപ്രഷനാണ് എന്നെ ഈ ഒരു ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം എന്നെ നയിച്ചത്. സോ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനലിനകത്ത് എൻ്റെ കൂടെ നിന്ന് കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ ഓരോ സ്റ്റെപ്പ് ഗ്രോത്തും കണ്ടുകൊണ്ട് എൻ്റെ കൂടെ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റേ ചാനലിൻ്റെ പേരെനിക്ക് പറയണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്ന ഒരു ചാനലാണത്. പക്ഷേ നിങ്ങളെല്ലാവരും അങ്ങോട്ടായിരിക്കും സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദേവിയുടെ അറ്റത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ അത് പോയി സെർച്ച് ചെയ്യുവാണെങ്കിൽ കൺഫ്യൂഷൻ വരും. ഈ ചാനലിലെ വീഡിയോസ് ആണോ ഇനി തൊട്ട് കാണേണ്ടത്? അതുപോലെ അതിനകത്ത് 500 കൂടുതൽ വീഡിയോസ് കിടക്കുന്നത് കൊണ്ട്
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതിന്റെ സജഷൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിനകത്ത് ഇടുന്ന ഒരു സജഷൻസും മുന്നോട്ട് വരാനായിട്ട് ചാൻസ് ഇല്ല. ഈ ചാനൽ എനിക്കൊരു വലിയ 1 മില്യൺ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാക്കി മാറ്റിയെടുക്കണം ചുരുങ്ങിയ ഒരു നാൾക്കുള്ളിൽ. അപ്പം എന്താണേലും എൻ്റെ ഒരു പ്രസംഗം 10-25 മിനിറ്റ് സഹിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പം മുന്നോട്ട് പോകുന്ന ചെറുതായിട്ടൊന്ന് ഇമോഷണൽ ആവുന്നുണ്ട്, ജാൻസ് മൈൻഡ് ആക്കണ്ട. അപ്പം എന്താണെങ്കിലും കൂടെ കാണുക. എൻ്റെ നാട് വന്നിട്ട് ആലപ്പുഴ, ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ പാതിരപ്പള്ളിയിലാണ് എൻ്റെ വീട്. വീട്ടിൽ അമ്മ, അച്ഛൻ, അനിയത്തി, അമ്മൂമ്മ, ഞങ്ങൾ 5 പേരാണുള്ളത്. എന്തായാലും തോറ്റു കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. വീണെടുത്ത് എങ്ങനെയാണെങ്കിലും ഞാൻ പിടിച്ച് കയറി വരും. പക്ഷെ നമ്മളുടെ ഈ സ്റ്റോറിക്ക് ഒരു 1.5 ക്ലൈമാക്സ് ഉണ്ട്. അറ്റ് ലാസ്റ്റ് എൻ്റെ വീട്ടുകാർ 100% കൺവിൻസ്ഡ് ആയി. അതൊരു മെഡിക്കൽ മിറാക്കിൾ ആയിരുന്നു. അങ്ങനെ അച്ഛനമ്മ എല്ലാവരും സമ്മതിച്ചു പഠിത്തം പൂർണ്ണമായിട്ടും സ്റ്റോപ്പ് ചെയ്യുക. കരിയർ യൂട്യൂബാണ് ഇഷ്ടമെങ്കിൽ ഇതൊരു പ്രൊഫഷനാക്കി മുന്നോട്ട് പോവാനായിട്ട് സമ്മതിച്ചു. അറ്റ് ലാസ്റ്റ് എൻ്റെ പാഷൻ ഞാൻ പ്രൊഫഷൻ ആക്കുന്ന ഒരു നിമിഷമാണിത്. ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട് ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യുമ്പോഴും. ഒത്തിരി സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളും എന്നെ ഇഷ്ടപ്പെടും ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ചാനലും എന്നെയും ഇപ്പോൾ കുറച്ചേ നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ എന്നെ പറ്റിയിട്ട് അറിയണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഈ പറഞ്ഞ് ചുമ്മാ ലാഗ് ആക്കുന്നതിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ജാൻസ്. സോ ലവ് യു ഓൾ, ബൈ, ടേക്ക് കെയർ.